ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്ന 6 സൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ലീഡ് ചെയ്യുന്ന വ്യക്തികളാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു സ്ത്രീയും പുരുഷനും രണ്ട് വ്യക്തികളും പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഒതുങ്ങുന്നത് മാത്രമായിരിക്കരുത്. അവരുടെ ആ ഒരു സ്വഭാവം, ബിഹേവിയർ എല്ലാം തന്നെ ഒതുങ്ങുന്നതായിരിക്കണം ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും അവരുടെ സ്വഭാവവും എല്ലാം തന്നെ ഒത്തിണങ്ങുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സൈൻ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. അതായത് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്നതിലുപരി ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പരസ്പരം മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളുടെ സ്വഭാവത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലായിരിക്കാം, നിങ്ങളുടെ ബിഹേവിയറിലായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഒത്തിണങ്ങുന്നതാണ് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും അതൊരു ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല. നമ്മുടെ രണ്ടാമത്തെ സൈനാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഒരുപാട് നേരത്തെ സംസാരമോ നമ്മൾ മണിക്കൂറോളം സംസാരിച്ചിരിക്കുകയോ കാളിങ്ങോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു ഒറ്റ കാര്യം മതി ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ചില റിലേഷൻഷിപ്പിൽ കാണാൻ ആ ഒരു നല്ല റിലേഷൻഷിപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് നേരം മെസ്സേജ് അയക്കുക, ചാറ്റിംഗ് ചെയ്യുക, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ പരസ്പരം എത്ര നന്നായി മനസ്സിലാക്കുന്നു, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എത്ര നന്നായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യവും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ, ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. പക്ഷെ അതല്ല, നിങ്ങളൊരു സമയം ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ആ ഒരു ടൈം നിങ്ങൾ ഫ്രീ ആവാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. പിന്നീടുള്ള ഒരു കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം രണ്ടുപേർക്കും അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കാം. ആ ഒരു സമയം നിങ്ങൾ പരസ്പരം എൻകറേജ്ഡ് ആയിരിക്കാം, പരസ്പരം നിങ്ങളൊരു പ്രചോദനം ചെയ്യാം. പക്ഷെ അതല്ല, നിങ്ങൾ ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി പോകാതെ, അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാതെ, നിങ്ങളും ഡൗൺ ആയി പോവാതെ, നിങ്ങൾ അവർക്കൊരു പ്രചോദനമായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ആ ഒരു സമയം നിങ്ങൾ അവർക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും. ആ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കാം. അതെല്ലാം തന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഫ്രീഡമാണ്. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഓരോ രീതിയിലുള്ള വസ്ത്രം ധരിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ കരിയർ ചൂസിലാണെങ്കിലും എല്ലാ സമയത്തും നമുക്ക് അവർക്കൊരു പേഴ്സണൽ സ്പേസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിൽ നമ്മൾ കയറി ഇടപെടാതിരിക്കുക. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ ഒരു വ്യക്തി എന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസും അതിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് അവരുടെ ലൈഫാണ്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് ആണ് എന്ന് മനസ്സിലാക്കി ആ ഒരു തിരിച്ചറിവോടുകൂടെ നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. പക്ഷെ അതല്ലാതെ നിങ്ങൾ അവരെ എല്ലാ കാര്യത്തിനും നിങ്ങളൊരു ലിമിറ്റ് ചെയ്യണം, അവർക്ക് എല്ലാ കാര്യത്തിനും നിങ്ങളൊരു കൺട്രോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്ന ഒരു സൈൻ കൂടെയാണിത്. പിന്നീടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ നിങ്ങളൊരു ഫാന്റസി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതായത് മൂവീസിലൊക്കെ കാണുന്നത് പോലെ ഒരു ഫാന്റസി ആയിട്ടുള്ള അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവം, അതിലെ നായകന്മാര് അവരെയൊക്കെ നോക്കി അതേപോലെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കാതെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു റിയൽ സെൽഫിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള സംസാരവും കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഒരിക്കലും മറ്റൊരു തരത്തിലുള്ള ഫാന്റസി ആയിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം തന്നെ മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്ന ഒരു സൈനാണ്. നിങ്ങളുടെ റിയൽ സെൽഫോട് കൂടി നിങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്ന ഒരു സൈനാണ്. അതേപോലെ തന്നെ മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്ന ഒരു സൈനാണ്.
നമ്മുടെ അടുത്ത സൈൻ നോക്കിയാൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നതും അതിലുപരി നിങ്ങൾ എല്ലാ വ്യക്തികളും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കമ്പയറിംഗ് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ മറ്റുള്ള ആ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി അവരുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ അവരുടെ സംസാരം അതെല്ലാം തന്നെ നോക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളത് അവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതായത് ഓരോ വ്യക്തികളും വ്യത്യസ്തമായിരിക്കും, അവരുടെ ക്യാരക്ടറും അവരുടെ ബിഹേവിയറും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ മറ്റുള്ള റിലേഷൻഷിപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിക്കോ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വ്യക്തികളുണ്ടായിരിക്കും മറ്റുള്ള റിലേഷൻഷിപ്പിൽ നീ കണ്ടോ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരു പ്രശ്നമില്ലല്ലോ, അങ്ങനെയൊന്നല്ലാതെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള റിലേഷൻഷിപ്പുമായിട്ടോ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നീടുള്ള ഒരു കാര്യമാണ് ഇത് എപ്പോഴാണ് സാധ്യമാകുക എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ റിയൽ സെൽഫിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിനെ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് കാണുന്നത് എന്നനുസരിച്ചായിരിക്കും ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നതും അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരായി തന്നെ നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു കമ്പയറിംഗ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളായി നിലനിന്നുകൊണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് നിങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കാരിയർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കാരിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളോ പിണക്കങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ ആ ഒരു കാരിയറിനെ ബാധിക്കരുത് എന്നുള്ളതാണ്. അതെല്ലാം തന്നെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഫക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു മാരേജിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാരിയർ സെറ്റിൽഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് മാരേജിലേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാരിയർ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ സെറ്റിൽഡ് ആക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാരിയർ നിങ്ങൾ നല്ല രീതിയിൽ സെറ്റിൽഡ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിലെ ആ ലൈഫും അത്രത്തോളം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ കാരിയറിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കാരിയർ സെറ്റിൽ ആയതിനു ശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. നിങ്ങളുടെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.